ഇടുക്കി മുള്ളരിക്കോട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം ഇന്ന് നടക്കും. 8:30 മുള്ളരിക്കോട് ജുമാ മസ്ജിദിലാണ് സംസ്കാരം. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ UDF ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും. ഇന്നിപ്പോൾ അവിടെ ഹർത്താലും ആചരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് അമറിന്റെ വീടിന്റെ മുന്നിലാണ്. തികച്ചും വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 22 വയസ്സ് മാത്രമുള്ള തന്റെ മകന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാരൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, അവർ വീടിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ സംഭവം നടക്കുന്നത്. പശുവിനെ, ഇതൊരു തേക്കിൻ തോട്ടമാണ്, അവിടെ പശുവിനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, പശുവിനെ മേയാൻ വിട്ടതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ ഈ കുടുംബത്തിന് തന്നെ സഹായമായി നൽകിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും മൻസൂറിന്റെ ജീവന് പകരമാകില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ഒരു കാട്ടാന ശല്യം ഉണ്ടായത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. പ്രസിഡന്റ്, 4 വർഷമായി ഇവിടെ കാട്ടാന മെമ്പർ കൂടി ചേരുന്നുണ്ട്. ഇവിടെ 4 വർഷമായി കാട്ടാന ശല്യമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. അധികൃതർ വേണ്ട രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് നാട്ടുകാരുൾപ്പെടെ ഉന്നയിക്കുന്നത്. അധികൃതർ ഇതിന് നമ്മുടെ ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു RRTനെ വെച്ചോ മറ്റവരുടെ സന്നാഹങ്ങൾ ഉപയോഗിച്ചോ നീക്കം ചെയ്തുള്ള നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്കുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ 100-150ഓളം ചെറുപ്പക്കാരും ഈ പ്രദേശവാസികളുമാണ് കുറേ കാലമായിട്ട് ജനവാസ മേഖല തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് മാറ്റുന്നതിനുള്ളൊരു നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഫെൻസിങ് തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഒരു 1 ലൈനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും പാവപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, ഏക ആൺ തരിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. ആ ബാപ്പയുടെ ഒക്കെ കരച്ചിൽ കേട്ടാൽ നമുക്കത് കേട്ടു നിൽക്കാൻ പോലും നമുക്ക് സഹിക്കത്തില്ല. ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു മനുഷ്യജീവൻ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിനുവേണ്ട മുൻകരുതലുകൾ, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ, അത് അത്ര സക്സസ് അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ആവശ്യം ട്രഞ്ചാണ് വേണ്ടത്. ഫെൻസിങ് ഒരു താൽക്കാലികമാണ്. അതുകൊണ്ട് അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല, താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ട്രഞ്ച് തന്നെയാണ്. ഉടനടി അതിനുള്ള നടപടി സ്വീകരിക്കണം. ഇനി ഒരിക്കലും ഒരു മനുഷ്യജീവൻ പൊലിയരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായിരുന്നു ഇന്നലെ നടന്നത്? ഇന്നലെ ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെ കന്നുകാലി വളർത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അമറിന്റെ കാണാതെ പോയ, ഇവിടെ കെട്ടിയിരുന്ന കാണാതെ പോയ പശുവിനെ തേടി വീടിന് സമീപം, ഈ കാണുന്ന വഴിയാണ്, ഇവിടെ മുകളിൽ വെച്ചാണ് പശുവിനെ തേടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആനയുടെ മുന്നിൽ പെടുകയാണ് ചെയ്തത്. ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, മൻസൂർ എന്നുള്ള പയ്യൻ. അത്ഭുതകരമായിട്ടാണ് മൻസൂർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെ. ഈ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്നത്. ഇത് ഈ വണ്ണപ്പുറം പഞ്ചായത്തിന്റെ 1-ാം വാർഡാണിത്. വണ്ണപ്പുറം പഞ്ചായത്ത് തന്നെയല്ല, പൈങ്ങോട്ടൂർ പഞ്ചായത്തിലും കവളങ്ങാട് പഞ്ചായത്തിലും ജനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടുന്ന് 5 മണിക്ക് ശേഷം ഒരു ഓട്ടോ വിളിച്ചാൽ, ഒരു പാവപ്പെട്ടവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചാൽ പോരത്തില്ല. കാരണം റോഡിന്റെ ഇരു സൈഡും വനമാണ്, അവിടെ ആന തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചൊറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ട് പാവപ്പെട്ടവന് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വൈകിയ വേളയിൽ പോകാത്തൊരവസ്ഥയാണ് നിലവിൽ മുള്ളരിങ്ങാടുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആനയെ പിന്നെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്നാണോ തുരത്തിയത്? ഈ ആനയെ ഇതുവരെ തുരത്തിയിട്ടില്ല. ഈ ആന ഓൾറെഡി ഇന്നലെ അവിടെ ഈ സംഭവം ഉണ്ടായിട്ട് അവിടെ എവിടെയോ, ഈ പ്രദേശത്ത് എവിടെയോ നിലയുറപ്പിച്ചിട്ടുണ്ട്. എവിടെയാന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ഇന്നലെ DFOയും സബ് കളക്ടറും വന്നപ്പോൾ ഇന്ന് ഈ ആനയെ തുരത്തുന്നുള്ള നടപടികൾ ശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഞങ്ങൾക്ക് MP ഉൾപ്പെടെയുള്ള ആൾക്ക് ഉറപ്പ് തന്നത്. അവർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ആന ഈ പരിസരത്ത് തന്നെയുണ്ട്. ഈ പരിസര പ്രദേശത്ത് എവിടെയോ ആന തമ്പടിച്ചിരിക്കുന്നുണ്ട്.
അശ്വതി, അതാണ് പറയാനുള്ളത്. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഏക അത്താണിയാണ് കുടുംബത്തിന്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇവിടെ ഫെൻസിംഗ് ഉണ്ട്. പക്ഷെ അതൊക്കെ വനം വകുപ്പ് ഇടപെട്ട് തയ്യാറാക്കിയതല്ല. ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ പണം പിരിച്ചാണ് ഇവിടെ ഒരു ഫെൻസിംഗ് വരെ തയ്യാറാക്കിയത്. വീടിനോട് ഏകദേശം 200 മീറ്റർ അകലെ മാത്രമായിരുന്നു ഈ സംഭവം നടന്നത്. ഇവിടെ 4 വർഷമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. പലതവണ അധികൃതരോടും വനംവകുപ്പിനോടൊക്കെ ഇക്കാര്യം അറിയിച്ചെങ്കിലും വേണ്ട വിധത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഈ കാട്ടാനകളെ തുരത്തുവാനോ ഒന്നും തന്നെ ഇവിടെ ആരും തയ്യാറായില്ല, വനപാലകർ തയ്യാറായില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വലിയ രീതിയിൽ പ്രതിഷേധം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകാതെ മൃതദേഹം ഖബറടക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു നാട്ടുകാരെ ഉൾപ്പെടെയുള്ളവർ ചേർന്നെടുത്തത്. പക്ഷെ പിന്നീട് കളക്ടറും എംപിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ധനസഹായം, കുടുംബത്തിന് ധനസഹായം നൽകാം, അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാമെന്നൊരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും നൽകിയത്. പക്ഷെ അപ്പോഴും ഇപ്പോൾ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഇത്ര സമയമായിട്ടും ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വനപാലകർ ഇവിടെ എത്തിയിട്ടില്ല, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവിടെ എത്തിയിട്ടില്ല, ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ അനാസ്ഥയായി നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം. വനപാലകരുടെ ഒരു ഇടപെടൽ അത് കൃത്യമായി തന്നെ വേണം. ഇവിടെ നല്ലൊരു റോഡില്ല. റോഡ് ഇവർക്ക് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും അത്യാഹിത ഘട്ടത്തിൽ വനപാലകരെ വിളിച്ചു വരുത്തിയാൽ അവർക്ക് ഓടിയെത്താനോ പറ്റുന്ന ഒരു സൗകര്യം പോലുമില്ല. അത്രയേറെ മോശപ്പെട്ട റോഡുകളും ഉള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ നാട്ടുകാരൊക്കെ വലിയൊരു ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അമറിന്റെ ഈ ഖബറടക്കത്തിന് മുൻപായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തന്നെ ഇവിടെ എത്തി. വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചയാണ്. അമറിന്റെ പിതാവ് വല്ലാത്ത ഇവിടെ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അത്യന്തം വൈകാരികമാണ്, മനസ്സിലാകും. 22 വയസ്സുള്ള മകനെയാണ് ആ അമ്മയ്ക്കും അച്ഛനും നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു ജീവൻ നഷ്ടമായിട്ടും അവരുടെ ആശങ്ക അകലുന്നില്ല എന്നുള്ളതാണ്. ഈ അമറിന്റെ ജീവനെടുത്ത ആ കാട്ടാന അവിടെ എവിടെയോ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഈ ഒരു മരണമുണ്ടായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇതുവരെയും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും അശ്വതി, നമുക്കറിയാം ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച തന്നെ കോതമംഗലത്ത് സമാനമായ രീതിയിൽ ഒരു കാട്ടാന ചവിട്ടിക്കൊന്ന ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് അടിക്കടി തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഏറെ പ്രധാനമായും മുൻപിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഫെൻസിംഗ് നടത്താം അല്ലെങ്കിൽ ശാശ്വത പരിഹാരം നൽകാമെന്ന വാഗ്ദാനം അല്ലെങ്കിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം. ഇതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ പരിഹരിക്കാം, ജനങ്ങളുടെ ജീവൻ എങ്ങനെ സംരക്ഷിക്കാം എന്നതിൽ ഇപ്പോഴും ഒരു കൃത്യത വരുത്താൻ മന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും കഴിയുന്നില്ല. വനം വകുപ്പ് പലപ്പോഴും നാട്ടുകാർ സൂചിപ്പിക്കുന്നത് വനം വകുപ്പിന്റെ ഈ ഒരു ഉദാസീനതയാണ്. അവർ കൃത്യമായി ഇടപെടുന്നില്ല, അവർ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ കാട്ടാനയെ തുരത്തുന്നത് പോലും പലപ്പോഴും നാട്ടുകാരാണ്. വനപാലകരെ വിളിച്ചാൽ പോലും ഇവിടെ എത്താത്ത സാഹചര്യമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെയാണ് ഈ സംഭവം നടന്നത്. ഇതിന് കുറച്ച് ഉൾപ്രദേശത്തായിട്ടാണ് ഈ അമറിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഈ കാണുന്ന ഫെൻസിംഗ്, ആശയം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫെൻസിംഗ്, ഇത് ഇവിടെ വനം വകുപ്പ് നടത്തിയതല്ല. ഇത് നാട്ടുകാർ ചേർന്ന് നടത്തിയ ഫെൻസിംഗ് ആണ്. അത് തന്നെയാണ് ഈ വനപാലകർ പോലും അല്ലെങ്കിൽ വനം വകുപ്പ് പോലും കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന വലിയ ആരോപണം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചേരുന്നുണ്ട്. ഇവിടെ ഈ ഫെൻസിംഗ് നാട്ടുകാരെല്ലാവരും ഞങ്ങൾ പിരിവിട്ടെടുത്ത് ഇതിൽ കറണ്ടിൽ ആനയെ കണ്ട് പേടിപ്പിക്കാനിട്ടേക്കണം. ഈ കമ്പിയെല്ലാം ഞങ്ങൾ പിരിവിട്ടെടുത്ത് മേടിച്ച് ഇട്ടേക്കണാണ്. ഈ വനം വകുപ്പ് ഞങ്ങളെ എങ്ങനെയും നാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5-10 ഏക്കർ സ്ഥലമുള്ളൂ ഈ വനം. ഇതിലേക്ക് ആനേനെ കൊണ്ടുവന്ന് വിട്ടതാണ്. ആന, വന്യമൃഗങ്ങൾ, ഈ കിഴക്ക് പ്രദേശത്തൊക്കെ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോയി. അപ്പോൾ അത് വനായിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങളെ ഇങ്ങനെ പയ്യെ മുത്തങ്ങാലാര് വെടിവെക്കാൻ പറ്റുമല്ലോ, വെടിവെച്ചാൽ കേസാവും. അപ്പോൾ ഇങ്ങനെ കൊല്ലും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് മരിച്ചു കിടക്കണം. ഞങ്ങളെ ഇവിടെ ഇവിടിട്ട് കൊല്ലും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഇടപെടും എന്തെങ്കിലും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് 4 വാർഡേ ഉള്ളൂ. 4 വാർഡിൽ ആളെ വെടിവെച്ചല്ല, അതിനത്ര സേരം വേണ്ടല്ലോ. നിരത്തി വെടിവെച്ച് കൊന്നു കളയുക. ഇവിടെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സാധനം ഒരു മനുഷ്യന് 10 പൈസയുടെ പണിയില്ല. ഞങ്ങൾ ചുമ്മാ ഈ സാധാരണ മനുഷ്യരാ. എന്തെങ്കിലും കണ്ട മഞ്ഞളും കൂവയും നട്ട് ഒന്നും തരില്ല. കുരങ്ങ് വന്ന് തേങ്ങ തിന്നുന്നു, ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറം ആനയെ കൊച്ചിനെ കൊന്നത്. ഈ ആന ഇവിടെ ഉണ്ട്.
ഈ കമ്പി ഞങ്ങൾ വലിച്ചത്. ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇതൊന്നും അറിഞ്ഞു. ഒരു ഫോറസ്റ്റുകാരെ ഞങ്ങളിവിടെ കണ്ടോ? ഒരാളെ കണ്ടില്ലല്ലോ. ഇവർ വരിക, ശമ്പളം മേടിക്കുക, തിന്നുക, വീട്ടിൽ പോവുക, ഇതാണ് ഇവരുടെ പരിപാടി. ഈ വനത്തിലെ മൃഗങ്ങളും ഇവരും ഒരേ സ്വഭാവക്കാരാണ്. ഇവർ ഞങ്ങളുടെ ഈ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു നാടായി ഇത് മാറി. ഞങ്ങളെയൊക്കെ കൊല്ലും. നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ എന്നെ കിട്ടില്ല. എൻ്റെ ശവത്തിൻ്റെ പുറമെ നിന്ന് വേറെ ആളോട് ചോദിക്കേണ്ടി വരും. ഞങ്ങളെയൊക്കെ കൊല്ലും. ഇപ്പോൾ ഇവിടെ വന്ന് കൊച്ചിനെ കൊല്ലാമെങ്കിൽ പിന്നെ നമ്മളെ കൊല്ലാമെന്നല്ലേ. ഒന്നെങ്കിൽ ഇവിടെ നിയമം മാറ്റി എഴുതണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാവുന്ന അവസരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ അങ്ങോട്ട് പോകാനാ ജീവിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇന്നൊരു ദിവസം ചർച്ച ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആത്മാർത്ഥത സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിലും കൂടെ ഇടപെടുക, അത്രേ ഉള്ളൂ. ഈ ഫെൻസിങ്ങിലൊന്നും കറണ്ടില്ലേ, ഞങ്ങൾ കെട്ടിയേക്കണ കമ്പിയാണ്, വെറുതെ കെട്ടിയേക്കണതാണ്. മറ്റേ കമ്പിയാൽ അവന്മാർ കറണ്ട് വിടുകയില്ല, അവന്മാർ രാത്രി ഓഫ് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. മുമ്പും ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. ആന എല്ലാ വേനയ്ക്കും വെള്ളം കിട്ടാതെ വരുമ്പോൾ പറമ്പുകളിൽ കൂടെ ഇറങ്ങി വാഴയും തിന്നവും ആൾക്കാരെ വാട്ടർ ടാങ്ക് ചവിട്ടി പൊട്ടിക്കും ഒക്കെ ചെയ്യലാണ് ആനയുടെ പണി. ആനയ്ക്കുള്ള വനം ഇല്ലെന്നേത് നിങ്ങൾ പഠിച്ചാൽ അറിയാം. ഈ മല വരെ വനമുള്ളൂ. പിന്നെ അപ്പുറം നേര്യമംഗലം പുഴയുടെ പെരിയാറിന്റെ അപ്പുറേ വനമുള്ളൂ. ഈ ഇപ്പുറം ഇച്ചിരി വനമുള്ളൂ. ഈ വനത്തിൽ ഈ 5-8 ആനേനെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഈ ആനേനെ ഈ ഫോറസ്റ്റുകാർ 3 കൊല്ലമായുള്ളൂ ആന ഇവിടെ വന്നിട്ട്. ഈ 3 കൊല്ലം കൊണ്ട് എങ്ങാണ്ടെന്ന് കൊണ്ടുവന്ന് വിട്ടത്. അത് ഇവിടെ ആനയെന്നുള്ള വനമല്ല ഇത്. ഇവിടെ ചെറിയ പന്നികൾ, കുരങ്ങ് ഒക്കെ ഉള്ളൂ. ജീവന് ഭീഷണി. എപ്പോൾ ആൾക്കാരെ നിങ്ങൾ വന്ന് കഴിക്കേണ്ടില്ല. കാട്ടി തീയിട്ട് രാത്രി കാവലിരിക്കുക. അതൊക്കെ ഞങ്ങൾ ചെയ്യണതാ. ഫോറസ്റ്റുകാർ ഇതൊന്നും ചെയ്തു തന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ളൂ. നിങ്ങളിതിൽ ഒരു ദിവസം കണ്ടിട്ട് പിറ്റേന്ന് മാറാതെ നിൽക്കുക, അത്രയൊക്കെ ഉള്ളൂ. അശ്വതി, അവരുടെ ഒരു ദയനീയാവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം, ഈ അത്രയേറെ വലിയൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ മരിച്ച അമറിന്റെ ബന്ധു കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അത്രയേറെ മാനസികാവസ്ഥയിലാണ് അവർ ഇവിടെ നിൽക്കുന്നത്. ഇതിൽ കറണ്ടില്ല. ഈ ആനയെ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു കെട്ടിയ ഫെൻസിംഗ് ആണ്. ഫെൻസിംഗ് എന്ന് പറയാൻ കഴിയില്ല, കാരണം ഒരു നാട്ടുകാരെല്ലാവരും കൂടി ആനയെ പേടിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വനപാലകരുടെ മോശമാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം വനം വകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗിൽ അവർ കറണ്ട് വിടില്ല. നാട്ടുകാരെല്ലാം കൂടി പണം പിരിച്ച് അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു ആനയെ പേടിപ്പിക്കാൻ. ഇനി നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാകില്ല എന്ന് പറയുന്ന ഗതികേടിലാണ് മുള്ളരിങ്ങാടുകാരെന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചതും അതാണ്. ഈ ഒരു മരണത്തിന് ശേഷം ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ കാണുന്നുണ്ടോ നവമി? ഇല്ല അശ്വതി, ഞങ്ങളിവിടെ എത്തുന്ന ഈ സമയം വരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ പോലീസുണ്ട്, മുട്ടം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ 2 ജീപ്പ് ഉണ്ട്. പക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ഇന്നലെ കൊടുത്ത വാഗ്ദാനം, അതായത് ഇന്നലെ കൊടുത്ത ഉറപ്പ്, ഇന്ന് തന്നെ ഈ ആനയെ തുരത്താം, ആനയെ ഈ കാട് കയറ്റി വിടാം എന്നൊക്കെ വാഗ്ദാനം നൽകി. ഉടനെ ഇവർ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവർക്ക് കണ്ടെത്തി തരാമെന്നൊക്കെ ഇന്നലെ ഒരു വാഗ്ദാനം നൽകി. പക്ഷെ അതൊരു വാഗ്ദാനമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മരിച്ച അമറിന്റെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം. അല്ലെങ്കിൽ ഇനിയൊരു അമർ ഉണ്ടാകാതിരിക്കാൻ, ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തും ഇതുവരെയും നടത്തിയിട്ടില്ല. ഇനി വരും മണിക്കൂറിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ അപ്പോഴും ഇങ്ങനെ കാട്ടാനകൾ ചവിട്ടിക്കൊന്ന ആളുകളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ സമാനമായ രീതിയിൽ കോതമംഗലത്തെത്തി. അവിടെയും കണ്ടതാണ് വൈകാരികമായ കാഴ്ചകൾ. അവിടെയും കണ്ടതാണ് നാട്ടുകാരുടെ പ്രതിഷേധവും പാർട്ടികളുടെ പ്രതിഷേധം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. 2 ദിവസം നമ്മൾ ചർച്ച ചെയ്യും, പിറ്റേന്ന് വീണ്ടും ഇതൊക്കെ അനുഭവിക്കേണ്ടത് ഇവിടെയാണ്. ഇപ്പോൾ ഈ മരിച്ച അമറിന്റെ ബന്ധു പറഞ്ഞതുപോലെ നാളെ വേറൊരാളെ ചവിട്ടി കൊല്ലുമ്പോൾ അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വരും. മറ്റൊരാളുടെ പ്രതികരണമായിരിക്കും തേടുക. ഇതിങ്ങനെ നീണ്ടുപോകുന്നതല്ലാതെ ഇവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇവരുടെ ഒരു ജീവിതമാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റ് വഴികളൊന്നുമില്ല, ജോലിയൊന്നുമില്ല. ഇവിടെ കൂവയും മഞ്ഞളും ഒക്കെ നട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായമാണ് ഇവരുടെ വരുമാനം. പക്ഷെ അത് കുരങ്ങന്മാരൊക്കെ കൊണ്ടുപോകുന്നതിന് അതിൽ നിന്നും കൃത്യമായി വരുമാനം കിട്ടുന്നില്ല. ഇങ്ങനെ പശുവിനെ തീറ്റിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കൂവ കുത്താൻ പോകുമ്പോഴൊക്കെ കാട്ടാന ചവിട്ടിക്കൊന്ന് മരിക്കുന്ന, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. പശുവിനെ കെട്ടിയത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഈ മരിച്ച അമർ എന്ന് പറയുന്നത്. അമറിനൊപ്പം മൻസൂർ എന്ന് പറയുന്ന സുഹൃത്തും ഉണ്ടായിരുന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് മൻസൂർ രക്ഷപ്പെട്ടതെന്നും പറയുന്നു. അമറും മൻസൂറും
മൻസൂറും പശുവിനെ അഴിക്കാൻ പോയത് വനത്തിനുള്ളിലേക്കല്ല, അവരുടെ വീടിന് തൊട്ടടുത്ത് നിന്നാണ്. അതായത് 1/2 കിലോമീറ്റർ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു സുരക്ഷയും ഇല്ല എന്നുള്ളതാണ്. വീടിന് തൊട്ടടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതെ, ശരി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് തന്നെയാണ്, അതായത് നമ്മൾ നോക്കുന്ന ഇടത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത്. ഇവിടെ വെച്ചാണ് ഈ 2 സുഹൃത്തുക്കൾക്കും ഈ ആനയുടെ ചവിട്ടേൽക്കുന്നത്. അതിൽ അമർ മരിക്കുകയും ചെയ്തു. മറ്റേ സുഹൃത്ത് മൻസൂറിന്റെ നിലവിളി കേട്ടാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും കൂടി ഓടിക്കൂടുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആന ചവിട്ടിന്ന്. ആ സമയത്ത് ആന അങ്ങോട്ട് പോകുന്നതും നാട്ടുകാർ കാണുന്നുണ്ട്. പക്ഷേ വനം വകുപ്പിനെ വിളിച്ചു. പക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ എത്തി വലിയ പ്രതിഷേധം, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊന്നും മൃതദേഹം വിട്ടു നൽകില്ല എന്ന് പറഞ്ഞ് മൃതദേഹവും വെച്ച് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് വലിയ വാഗ്ദാനം നൽകിയതാണ്, ഉടൻ തന്നെ അത് പരിഹരിക്കാം, ഈ ആനയെ തുരത്താമെന്ന്. പക്ഷെ ഇതുവരേക്കും വനപാലകരും ഇവിടെ എത്തിയില്ല, ആ വാക്ക് പാലിക്കപ്പെട്ടതുമില്ല. എന്തായാലും സുഹൃത്ത് മൻസൂർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. ഇന്നൊരു ശസ്ത്രക്രിയ മൻസൂറിന് ആവശ്യമുണ്ട്. കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. അമറിന്റെ ഖബറടക്കം ഇന്ന് 8:30 നടക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴും ഇവരുടെ പ്രശ്നത്തിന് അത് പരിഹാരമാകുന്നില്ല. ഇവർ ഇപ്പോഴും ആശങ്കയിലാണ്. ഇനിയും കാട്ടാന ഇറങ്ങുമ്പോൾ ഇങ്ങനെ ജീവൻ അപകടത്തിലാകുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സാധ്യതയില്ല, ഫെൻസിംഗ് കൊണ്ട് കാര്യമില്ല എന്നവർ പറയുന്നു. കിടങ്ങാണ് വേണ്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ട് കിടങ്ങ് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വിശദമായി പോകണം. ഇനി മാധ്യമങ്ങളെ ഉള്ളൂ, നിങ്ങളെ ഉള്ളൂ ഞങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടി ഉത്തരവാദിത്തമായി അത് മാറുകയാണ്. നവമി ദിനേശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.